Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about another concept in electrostatics, that is electric field. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂളം ലോ ആയിരുന്നു, അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, പിന്നെ അതിന്റെ വെക്ടർ ഫോമും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ അവിടെ നിന്ന് പറയും, കാരണം നമുക്ക് പഴയ ആ റൂട്ട്സ് അറിയാമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. സോ ഞാൻ രണ്ട് ചാർജ് കൺസിഡർ ചെയ്യാണ്. ഞാനിപ്പോ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ചാർജ്, ലെറ്റ് ദിസ് വിൽ ബി ക്യാപിറ്റൽ ക്യൂ. ഞാൻ ഇങ്ങനെ എടുക്കുവാണ്, പഴയ ക്യൂ ആൻഡ് ക്യൂട്ടിന് പകരം ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ചാർജ് സ്മോൾ ക്യൂ, ആൻഡ് ലെറ്റ് ബി ആർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. ആറാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂളം ലോനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F is equal to 1 by 4 pi epsilon 0 capital Q small q divided by r square. This is in vector form, so I have to put the unit vector. ഇതായിരുന്നു നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഈ ഫോഴ്സിന്റെ ഇക്വേഷനകത്ത് ഞാനിപ്പോ ഇവിടെ ഈ ചാർജ് ഇല്ലായിരുന്നുവെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ചാർജ് ഇല്ല, പക്ഷെ ഈ പോയിന്റില് എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ ചാർജ് ഉണ്ടായത്. അപ്പോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് എ ഇലക്ട്രിക് ഫീൽഡ്. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡ് എന്നൊന്ന് കൺസെപ്റ്റ് കൊണ്ടത് ഫാരഡേ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതായത് ഫീൽഡ് ഈസ് ദ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അനുസരിച്ച് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന ഒരു എന്താ പറയുക, ഒരു എൻറ്റൈറ്റി ആണ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇവിടെയുള്ള ഒരു ഫോഴ്സ് ആയിരിക്കില്ല ഇങ്ങോട്ട് വെക്കുമ്പോൾ, അവിടെ ഉള്ളതായിരിക്കില്ല ഇങ്ങോട്ട് വെക്കുന്നത്, അതായത് പൊസിഷൻ അനുസരിച്ച് ഈ ചാർജിന്റെ എന്തോ ഒരു പ്രോപ്പർട്ടി വേരി ചെയ്യുന്ന ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുന്നറിയാം? E is equal to 1 by 4 pi epsilon 0 capital Q മാത്രമല്ലേ അവിടെ ഉള്ളൂ, capital Q divided by r square unit vector r. So this is the electric field at a point, at a distance r from this charge. അപ്പോൾ particular distance അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ E of r എന്നും F of r എന്നും ഇടുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇക്വേഷനകത്തെ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആകെ ഇവിടെ ഒരു ക്യൂ കയറി വന്നേ ഉള്ളൂ, ബാക്കി ഓർക്കാൻ എളുപ്പമാണ്. സോ ഈ രണ്ടുകൂടെ കമ്പയർ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F of r is equal to E of r into Q. കണ്ട, ഇതാണ് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇക്വേഷൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ഈ ചാർജ് ഉണ്ടല്ലോ, ഇതെന്ത് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സോഴ്സ് അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ ക്യൂനെ എങ്ങനെ പറയാം? സോഴ്സ് ചാർജ് എന്ന് പറയാം, സോഴ്സ് ചാർജ്. ഇനി ഈ സ്മോൾ ക്യൂ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ ഫോഴ്സ് വന്നത്, സോ അതിനെ നമുക്ക് ടെസ്റ്റ് ചാർജ് എന്നും പറയാം. സോഴ്സ് ചാർജ് ആൻഡ് ടെസ്റ്റ് ചാർജ്, ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോകും. പ്രോബ്ലംസ് ചെയ്യുമ്പം തെറ്റരുത്, കാരണം സോഴ്സ് ചാർജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ക്യാപിറ്റൽ ക്യൂ ആണ്, മറ്റേത് എന്താണ്? ടെസ്റ്റ് ചാർജ് ആണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനിപ്പോ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ, 1 ആക്കി കഴിഞ്ഞാൽ F is equal to E എന്ന് വരും. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം. Electric field due to a charge Q at a point in space is defined as the force that a unit positive charge would experience if placed at that point. അതായത് ഇതാണ് എൻ്റെ സോഴ്സ് ചാർജ് എങ്കിൽ, ഈ സോഴ്സ് ചാർജിന്റെ അടുക്കെ ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ട് വെക്കുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് എ force that a unit positive charge would experience if placed at that point. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥലം മാറിപ്പോയാൽ വരുന്ന ഫീൽഡ് വേറെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനിഷൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ.
സോ നെക്സ്റ്റ് ഞാനിപ്പോ കൊണ്ടുവന്ന് വെക്കുന്ന ചാർജ്, ഈ ചാർജ് ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ എന്റെ സോഴ്സ് ചാർജ് ഉണ്ട്. ആ സോഴ്സ് ചാർജ് എടുക്കാൻ ഞാൻ കൊണ്ടുവന്നേക്കുന്ന ചാർജ് മൂലം ഇതുമൂലം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ സോഴ്സ് ചാർജ് നീങ്ങാനുള്ള ടെൻഡൻസി വരും. നീങ്ങിക്കഴിഞ്ഞാൽ പ്രശ്ന എന്റെ ആറ് മാറിയില്ലേ. സോ നീങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവെക്കുന്ന ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി എന്തായിരിക്കണം, സ്മോൾ ആയിരിക്കണം. നെഗ്ലിജിബിളി സ്മോൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളെ മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് E of E is equal to limit Q tending to 0, negligibly small എന്നെടുക്കാണ്, is equal to F by Q. ഇപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. E is equal to limit Q tending to 0, F by Q, where Q is the test charge and capital Q is the source charge. Okay അല്ലേ? ഇക്വേഷൻ പഠിച്ചു. നമ്മുടെ അടുത്ത ഇക്വേഷൻ ആട്ടോ. Then ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് എവ്രിവെയർ ഇൻ ദ 3D സ്പേസ്. അതായത് ഇതിപ്പോ എന്റെ ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ആയിരിക്കുന്നെങ്കിൽ ക്യാപിറ്റൽ Q ആണെങ്കിൽ ഇതിന്റെ ചുറ്റുമുള്ള ഈ 3 ഡയമെൻഷണൽ സ്പേസ് മൊത്തവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോയിന്റ് ഐ എം കൺസിഡറിങ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് വേരിയിങ്. ആൻഡ് ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ എടുത്ത ഡിസ്റ്റൻസ്, പൊസിഷൻ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഫോഴ്സ് വെക്റ്റർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, ഫോർ എ പോസിറ്റീവ് ചാർജ് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ് ആൻഡ് ഫോർ എ നെഗറ്റീവ് ചാർജ് ദ ഫീൽഡ് ഈസ് റേഡിയലി ഇൻവേർഡ്. അതായത് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ് ഞാൻ കൺസിഡർ ചെയ്തതെങ്കിൽ, ഇതിന്റെ ഫീൽഡ് വരയ്ക്കുമുണ്ടല്ലോ, ദാ ഇതിന്റെ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീൽഡിന്റെ വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ദാ ഇങ്ങനെ ഈക്വൽ ആയിട്ട്, ദാ ഇങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർ ചുറ്റും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. ആൻഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ദേ ആർ ഗിവിങ്, അവർ കൊടുക്കാണ്. അതാണ് പോസിറ്റീവ്. ഞാൻ ഇതൊക്കെ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ലൈഫ് റിലേറ്റഡ് എക്സാമ്പിൾ പറയുന്നത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇതാണ് പോസിറ്റീവ് ചാർജ്. ഇപ്പൊ നെഗറ്റീവിന്റെ എങ്ങനെ വരും? എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരും. നെഗറ്റീവ് ചാർജ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, നെഗറ്റീവ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫീൽഡ് ലൈൻസ് വരച്ചാൽ എങ്ങനെ വരും? ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഇറ്റ് ഈസ് റേഡിയലി ഇൻവേർഡ്. അപ്പൊ ഫീൽഡ് ലൈൻസിന്റെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. പോസിറ്റീവ് ചാർജ് ഇറ്റ് ഇസ് റേഡിയലി ഔട്ട്വേർഡ്, ഫോർ നെഗറ്റീവ് ചാർജ് ഇറ്റ് ഇസ് റേഡിയലി ഇൻവേർഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് സ്പെറിക്കലി സിമെട്രിക്. അപ്പൊ സ്പെറിക്കലി സിമെട്രിക് ആവാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് മൂലം 5 സെന്റിമീറ്റർ മാറി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇത്രയും ഡിസ്റ്റൻസിൽ ഇതും സെയിം തന്നെയാ, 5 സെന്റിമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസിൽ 5 സെന്റിമീറ്റർ, ഇത്രയും ഡിസ്റ്റൻസിൽ 5 സെന്റിമീറ്റർ എല്ലാം വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, ചാർജ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇനി അതല്ല, ഇനി അടുത്ത ഒരു ഡിസ്റ്റൻസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഇനിയിപ്പോ ഞാൻ അടുത്ത കൺസിഡർ ഡിസ്റ്റൻസ് ഇതൊരു 10 സെന്റിമീറ്റർ മാറിയിട്ടുള്ള പൊസിഷൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. 10 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 സെന്റിമീറ്റർ മാറിയിട്ടുള്ളൊരു സ്പിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇത് നമ്മുടെ 10 സെന്റിമീറ്റർ മാറിയിട്ടുള്ള സ്പിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എല്ലാം സെയിം ആയിരിക്കും. അതായത് ഈ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ പോകുന്ന പൊസിഷനിൽ ആ റേഡിയസിലുള്ള സ്പിയറിലെല്ലാം ഒരേപോലെ ആയിരിക്കും എന്ത് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജസ് സ്പെറിക്കലി സിമെട്രിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതേപോലെ ലൈൻ ചാർജിൻ്റെത് വരും, ഞാൻ ആ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഈ പോയിന്റ് ചാർജിനെ മാത്രം സ്പെറിക്കലി സിമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്. ഇനി ഇതിന്റെ യൂണിറ്റും
ഡയമെൻഷനും. നമ്മൾ ഫിസിക്സുകാരാണ്, നമുക്ക് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ വരുന്നത് നോക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. F/Q ഇതായിരുന്നു നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. സോ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ കൂളോം റേസ് ടു -1. ഓർത്തിരിക്കുക, ന്യൂട്ടൺ കൂളോം റേസ് ടു -1. നിങ്ങൾ എപ്പോഴും ന്യൂട്ടൺ പെർ കൂളോം അങ്ങനെ പറയണ്ട, കാരണം നമ്മൾ ഇച്ചിരി ഹയർ ക്ലാസ് ആയില്ല. അപ്പൊ ന്യൂട്ടൺ കൂളോം റേസ് ടു -1 എന്ന് പറഞ്ഞാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഡയമെൻഷൻ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡയമെൻഷൻ എന്ന് പറയുന്ന സാധനം യു വിൽ ലേൺ ഇൻ യുവർ +1. നിങ്ങൾ ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞു +1 ക്ലാസ്സിൽ, അല്ലെങ്കിൽ എന്റെ ലെക്ചർ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഡയമെൻഷൻ ലെക്ചർ എടുത്ത് കണ്ടാൽ മതിയാകും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറയും. ഇവിടെ ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല കേട്ടോ. സോ ഇവിടെ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എടുക്കാം. ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണണം? ഫോഴ്സിന്റെ ഡയമെൻഷനും കാണണം, ചാർജിന്റെ ഡയമെൻഷനും വേണം. 2 ഡയമെൻഷനും നമുക്ക് വേണം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mLT⁻² ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഓക്കെ, അതിനും ചാർജിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം I = Q/T ആണെന്നറിയാം. കറണ്ടിന്റെ ഡയമെൻഷൻ A എന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് Q ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ നമ്മൾ T എന്ന റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഈ ചാർജിന്റെ ഡയമെൻഷനെ AT എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്ത് എഴുതും? AT എന്ന് എഴുതുകയാണ്. അതായത് എനിക്ക് എന്ത് കിട്ടി? ഡയമെൻഷൻ എങ്ങനെ കിട്ടി? ഇതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ mLT⁻³ A⁻1. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ. ഓക്കെ അല്ലേ? So this is the unit is Newton Coulomb raised to -1 and dimension is mLT⁻³ A⁻1. Okay അല്ലേ? Next we are going to discuss about electric field due to a system of charges. ഫോഴ്സിന്റെ കേസ് നമ്മൾ പഠിച്ചില്ലേ? ആദ്യം 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് പഠിച്ചു, പിന്നെ മോർ ദാൻ 2 ചാർജസ് ആണെങ്കിലുള്ള ഫോഴ്സ് പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി മോർ ദാൻ 1 ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നുള്ള ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഒന്നുമില്ല, ഞാൻ ആ ബേസ് ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഞാനിവിടെ ഒരു ചാർജ് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ദിസ് ചാർജ് വിൽ ബി Q1. ഈ Q1 മൂലം എനിക്ക് ഈ പൊസിഷൻ P എന്ന് പറഞ്ഞ പൊസിഷനിലെ ചാർജ് ആണ് കാണേണ്ടതെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുക്കും. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി R1P എന്നെടുക്കാണ്. ഇനി അടുത്ത ചാർജ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് Q2. എനിക്ക് എവിടെ വേണമെങ്കിലും റാൻഡം ആയിട്ട് എടുക്കാം കേട്ടോ. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R2P എന്ന് പറയും. അതേപോലെ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ചാർജ് Q3 ഉണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ വരുമ്പോൾ വെക്ടർ വരുമ്പോൾ R3P എന്ന് വരും. ഇത് P എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇതിനെല്ലാം P എന്നുള്ള ഒരു ലെറ്റർ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ ഇനി Q4 എന്ന് പറഞ്ഞൊരു ചാർജ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുമൂലം ഇവിടെ ഇത് R4P എന്ന് പറഞ്ഞ് വരും. കണ്ടോ, ഇങ്ങനെയാണ് ഈ വെക്ടേഴ്സ് എല്ലാം വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇതുമൂലം ഓരോ ഫോഴ്സും വരും. ഇതുമൂലമുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരെണ്ണം Q1 മൂലം ഇങ്ങനെയായിരിക്കും, Q2 മൂലം ഇങ്ങനെ വരും, Q3 മൂലം ഇങ്ങനെ വരും, Q4 മൂലം ഇങ്ങനെ വരും. കണ്ടോ, അതായത് Q1 മൂലമുള്ള ഇതിനെ ഞാൻ E1 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. Q2 മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E2 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇത് E3 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇത് E4 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഓൾ ദ ചാർജസ്. എല്ലാ ചാർജിലും സം ആയിട്ട് വരും. അപ്പോൾ ഇതിലെ ഓരോ കമ്പോണന്റ് മൂലം വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം Q1 എടുക്കാം. ഈ Q1 മൂലം വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതാം. ഓരോ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാണ്ടല്ലോ ബാക്കിയുള്ള പടപടപടേ നോക്കി എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് E1 is equal to വെക്ടർ ആണ് കേട്ടോ. സോ അതിന്റെ മുകളിൽ ബാർ ഇടാൻ മറക്കരുത്. E1 is equal to 1/4πε0 Q1 divided by R1P square R1P cap എന്ന് വരും. ഓക്കെ, E1 എഴുതി. ഇനി E2 എഴുതാനാണോ പാട്? E1 വരുന്നിടത്തല്ല എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ,
So E2 is equal to 1 by 4 pi epsilon 0 Q2 divided by R 2p square R 2p cap. സെറ്റ് ആയില്ലേ? അപ്പൊ പിന്നെ E3 എഴുതാം, E4 എഴുതാം, എങ്ങനെ വേണേലും എഴുതാം. അപ്പൊ എന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദിസ്. എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to E1 plus E2 plus E2 പ്ലസ് എക്സെട്ര ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ എനിക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് എഴുതാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ നീട്ടി പിടിച്ച് ഇത്ര എഴുതാൻ ഞാൻ പറഞ്ഞില്ലേ, കുറുക്കുവഴി ഉണ്ട്, നമുക്ക് സമ്മേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് ഒബേ ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്കിത് സമ്മേഷൻ വെച്ച് എഴുതാം. ദാറ്റ് ഈസ് E is equal to 1 by 4 pi epsilon 0 summation എങ്ങനെ കൊടുക്കും? I is equal to 1 to n. I is equal to 1 to n. ഇവിടെ വേരി ചെയ്യുന്നതെല്ലാം സമ്മേഷന്റെ ഉള്ളിൽ വരണം കേട്ടോ. Q1 ഉം Q2 ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. So I have to put like this. Qi divided by RIP. IP എന്ന് വരാൻ കാരണം P എന്ന് പറഞ്ഞ പോയിന്റ് ആയതുകൊണ്ട് P സ്ക്വയർ RIP ക്യാപ്. കണ്ടോ? ഇതാണ് നമ്മുടെ എന്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇഫ് ദ റീജിയൻ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 1 ചാർജ്. നമ്മളെ എല്ലാ ലെക്ചറിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ സാധാരണ മേ ബി എൻ്റെ ഈ ക്ലാസ്സസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കുറച്ച് കഥകൾ പറയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഒരു സാധനം ഫിസിക്സ് പ്രത്യേകിച്ചും ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അപ്പൊ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ സ്ലോ ആയിട്ടാണേലും നമ്മുടെ ലൈഫ് റിലേറ്റഡ് എക്സാമ്പിൾ വെച്ച് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഇരുന്നിട്ട് വേണം കാണാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്സും ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കാൻ എളുപ്പമാണ്. ഒരിക്കലും ഒരു ത്രെഡ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്സ് എടുത്ത് കാണരുത്. പകരം അത് ഷോർട്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒരു പ്രോബ്ലം ചെയ്യിക്കുകയാണേ. പ്രോബ്ലം വരുമ്പോൾ ദയവ് ചെയ്തിട്ട് ഫിസിക്സ് പ്രോബ്ലം പാടാന്ന് വെച്ചിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയേക്കരുത്, കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, സോ പ്രോബ്ലം 1, ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് റിക്വയർഡ് ടു ജസ്റ്റ് സപ്പോർട്ട് എ വാട്ടർ ഡ്രോപ്പ് ഓഫ് മാസ് 10⁻³ kg and having a charge of 1.6 into 10⁻⁻19 കൂളോം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. അതായത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് ആണ്. ആ വാട്ടർ ഡ്രോപ്പ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ടൈം ഐ എം ഗിവിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. സോ ഈ ബാലൻസിങ് കണ്ടീഷനിൽ എന്തോരം ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ കൊടുക്കേണ്ടുന്നത്, ഇതാണ് എനിക്ക് കാണാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക, അത് എടുത്തെഴുതുക. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ഗിവൺ ദി മാസ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ത്രെഡ്സ് തന്നിട്ടുണ്ട്, നമുക്ക് എടുത്തെഴുതാം. M is equal to 10⁻³ kg എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് തന്നേക്കുന്നത് ഹാവിങ് എ ചാർജ് ഓഫ് Q is equal to 1.6 into 10⁻⁻19 കൂളോം എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു മാസ് താഴോട്ട് വരുമ്പം ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to എന്താണ്? mg ആണ് അല്ലെ? അതേപോലെ ഇതാണ് ചാർജ് എങ്കിൽ ആ ചാർജ് മൂലമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. കണ്ടോ? ഈ രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന സമയത്താണ്, സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ F is equal to mg which is equal to QE എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്താണ് കാണേണ്ടുന്നത്? നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് is equal to mg divided by Q എന്ന് കിട്ടും. മാസ് ഓൾറെഡി തന്നിട്ടുണ്ട് 10⁻⁻³ g എന്ന് പറയുന്നത് 9.8 ആണ്, ഡിവൈഡഡ് ബൈ Q ഈസ് 1.6 into 10⁻⁻19 ആണ്.
ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇ ഇസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 6.13 ഇൻറ്റു 10⁻12 യൂണിറ്റ് നമുക്ക് എഴുതണം. ന്യൂട്ടൺ കൂളോം (-1) എന്ന് വരും. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇത്ര ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ ഡ്രോപ്പിനെ എനിക്ക് എയറിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. നല്ല രസമല്ലേ? വിത്ത് ദിസ് ലെക്ചർ വി ലേൺ അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ്, the unit and dimension of electric field, the relation connecting electric field and force, then the properties of electric field. It is a vector quantity, then positive charge it is readily outward, negative charge readily inward, then for a point charge electric field is spherically symmetric. Then we learn about the electric field due to a system of charges in accordance with the superposition principle. Then we have done one problem. Hope you all have enjoyed my class. Thank you.